നമസ്കാരം. സി കെ വിഷൻ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായി LDFന് കനത്ത പരാജയമാണ് സംഭവിച്ചത്. ഇക്കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, നാട്ടുകാർക്ക് ദുഃഖമുണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കാർക്കും ഒരുപാട് ദുഃഖത്തിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വെറും 5 മാസമേ ബാക്കിയുള്ളൂ. LDFന് അവരുടെ നില മെച്ചപ്പെടുത്തണമെങ്കിലുള്ള കുറച്ച് ടിപ്സ്, അതായത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോയിന്റ് നമ്പർ 1, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതനുസരിച്ച് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒന്ന് മുണ്ട് മുറുക്കി ഉടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി മുണ്ട് അഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ അതിനോടൊപ്പം ഒരു ബെൽറ്റോ അല്ലെങ്കിൽ ഒരു കയറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുണ്ട് അഴിഞ്ഞു പോകാതെ പിടിച്ചു നിർത്താം. നമ്പർ 2, തെരഞ്ഞെടുപ്പിന് ഇനി 5 മാസമാണ് ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ വേണ്ടി വെറും 5 മാസമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കുത്ത് മുഖ്യമന്ത്രി 24 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 മാസം ബാക്കിയുണ്ട്. ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളും കൂടെ ഇതിനിടയ്ക്ക് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങളും കൂടി ഒന്ന് പഠിക്കുക. വിദേശത്ത് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൾ, മരുമകൻ റിയാസ് അവർകൾ, അതോടൊപ്പം തന്നെ ചെറുമകൻ, ഇവരെ കൂട്ടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്പർ 3, ഈ 5 മാസം കൊണ്ട് ഓരോ മാസവും മുഖ്യമന്ത്രി ഓരോ കാർ ഇറക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാർ ഇറക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1,10,00,000 മുകളിലുള്ള കാറുകൾ ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്പർ 4, ഇക്കഴിഞ്ഞ നവംബർ 1-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ ദാരിദ്ര്യമേ ഇല്ല, മുഴുവൻ തുടച്ചു നീക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഥവാ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ദാരിദ്ര്യം അനുഭവപ്പെടുകയാണെങ്കിൽ വലിയൊരു ടെക്സ്റ്റൈൽസിൽ കയറി നേരത്തെ തന്നെ ഒരു ചെറിയ ടവൽ കൈവശം വച്ചിരിക്കുക. ദാരിദ്ര്യം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ തുടച്ച് ക്ലീൻ ചെയ്ത് വിടുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 5-ാമതായി പറയാനുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ശബരിമലയിൽ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും, ഇനിയിപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടോ എന്ന് തുടർ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ വലിയ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ടെങ്കിൽ പുതിയ ഭരണസമിതികളെ അങ്ങോട്ട് നിയമിക്കുക. എന്നിട്ട് സുന്ദരമായി അവിടെ നിന്ന് അടിച്ചു മാറ്റി അത് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിച്ച് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു സംവിധാനം കൂടി അടിയന്തരമായി നോക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ പെൻഷൻ കൊടുക്കുന്നവർ മണിയാശാന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് നന്നായി സാപ്പിട്ടതിന് ശേഷം നമുക്കിട്ട് വെച്ചെന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുന്ദരമായിട്ടുള്ള വിജയം നിങ്ങൾക്കുണ്ടാവും. ഈ മണിയാശാൻ പറഞ്ഞ കണക്ക് ഒരു കാരണവശാലും പെൻഷൻ വാങ്ങിയവരും വെക്കില്ല, അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരും LDFനായിട്ട് വെക്കാൻ സാധ്യതയില്ല. ഒരു വലിയ വിജയ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.